യഹോവയ്ക്ക് സമർപ്പിക്കാം. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 3-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. എന്താണ് യഹോവയ്ക്ക് സമർപ്പിക്കേണ്ടത്? ഇതിന്റെ വചനം പറയുന്നു, നിന്റെ പ്രവർത്തികളെ. മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നു, നിന്റെ പ്രയത്നങ്ങളെ യഹോവയ്ക്ക് സമർപ്പിക്കാം. ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തികൾ, നാം ചെയ്യാൻ പോകുന്നത്, ചെയ്തത് ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ടോ? ദൈവത്തോട് പറയാറുണ്ടോ? ദൈവത്തോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം അടുത്ത ചിന്ത പറയുകയാണ്, അവൻ നിന്റെ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കും. നീ ചെയ്യാൻ പോകുന്ന ചില പ്രവർത്തികൾ കർത്താവിൻ്റെ മുന്നിൽ പറയാം. നിന്റെ പ്ലാൻ ദൈവത്തോട് പറയാം. ഇത് മനുഷ്യരോടെല്ലാം പറഞ്ഞു, പക്ഷെ ദൈവത്തോട് പറഞ്ഞില്ല. എന്നാൽ ദൈവത്തോട് ചില നിന്റെ പ്ലാനുകൾ പറയാം. എങ്കിൽ നിന്റെ ഉദ്ദേശം, നിന്റെ പ്ലാൻ ദൈവം സാധിപ്പിക്കും. അതാണ് നെഹമ്യാവ് പറയുന്നത്. തോബിയാവും സൻബല്ലത്തും ഗോശേമും എഴുന്നേൽക്കട്ടെ, സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും. കാരണം ഞാൻ ചിലത് സമർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. അവൻ ചിലത് സാധിപ്പിക്കുവാൻ പോകുന്നു. കർത്താവേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തികൾ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ ദൈവം ഞങ്ങൾ സാധിപ്പിക്കുന്ന ഓർത്ത് നന്ദി. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.